ഈ ചിങ്കാരി ചേച്ചിക്ക് അങ്ങനെ ഇരുന്നപ്പോ തോന്നി മുല്ലപ്പൂ വെച്ചങ്ങ് ഐസ്ക്രീം ഉണ്ടാക്കി കളയാന്ന്. അതിപ്പോ വാനിലെ ഒരു പൂവാണല്ലോ അല്ലേ. കർച്ചീഫ് വെച്ച് കപ്പ് കേക്ക് ഉണ്ടാക്കി തരുവെച്ച് എനിക്ക്. ഇതിപ്പോ പുതിയ മല്ലിപ്പൂ തന്നെ വേണം വെച്ച് തലേ വെച്ച് പേന്നക്കി പുളിപ്പിച്ച മല്ലിപ്പൂ എടുത്ത് ഉപയോഗിച്ച വല്ല കുഴപ്പമുണ്ടാ? റോസ് മിൽക്ക്, റോസ് ജ്യൂസ്, റോസ് മൊയ്റ്റോ, റോസാ പൂ വെച്ച ഹണി റോസിനെ വരെ പാത്തിരിക്കെ. ഇനിയിപ്പോ മുള്ളാമുട്ടി മുള്ളുമ്പോ മുല്ലപ്പൂ മണമായിരിക്കും. ഇതിപ്പോ എന്താണെന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. ഇത് ഒണിയൻ ഒലത്തിയ പിസ്സയാണെന്ന് തോന്നുന്നു. ഈ വീഡിയോ ഉണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയി ആദ്യ പാവം അവതരിച്ചത് അണ്ണന്റെ ആ കൈലിന്നാണെന്ന്. കഴുകാതെ വെച്ചേക്കണ കൈലിയുടെ കരച്ചിലിരിക്കും ഇങ്ങനെ കേൾക്കാം. എന്റെ അകക്രാന്തം പറയുന്നത് ഇത് ബംഗ്ലാദേശ് ആണെന്നാണ്. ആയുസിൽ ഒരിക്കലെങ്കിലും അണ്ണനും അണ്ണന്റെ അടുപ്പും അണ്ണന്റെ അലങ്കാര വസ്തുക്കളും ഒന്ന് അലക്കണേ അണ്ണ. ഫോറിനേഴ്സിന് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒരു സർക്കസ് കൂടാരം പോലെയാണ്. അവന്മാർ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ ഒന്ന് സർക്കസ് കണ്ടിട്ട് പോകും. ഇവിടെയുള്ള മാർത്താണ്ഡ മണ്ടന്മാരാണെങ്കിൽ ക്യാമറ കണ്ടാ പിന്നെ കുളമ്പ് രോഗം വന്ന പോലെയാണ്. നമ്മുടെ മുന്നേ കിടന്ന് ചാടുന്നു, ഓടുന്നു, ഊക്കുന്നു, ഇല്ലയുന്നു. ഉപ്പിലിട്ട ഊഴത്തരം വിത്ത് ഊഷ്മാണ്ട മണ്ഡല പൊട്ടിയ ഉപ്പ് സേവകരായി ഇവർ അഭിനയിക്കുന്നു. ആ കഴിവിൽ കളയാതെ വെച്ചോ, കൽക്കരിക്കും പകരം കത്തിക്കാം. ഭഗവാൻ പിക്കിനിട്ട പുതിയ അവതാരം എടുക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ശീർഷാസനത്തിൽ നോക്കിയാലേ ഈ ശിക്കാരികൾ സർവ്വമംഗല്യ മർക്കടം നേർന്ന് കൊണ്ടുവച്ചേക്കണ എന്തെന്ന് മനസ്സിലാവൂ. കൊതുമ്പുണക്കാൻ കൂട്ടിയിട്ടേക്കണല്ല. കത്തായ ഒമാര് കൂട്ടിയിട്ട് കത്തിക്കാൻ വെച്ചേക്കണത് കാഡ്ബറീസിന്റെ കൊടും കോപ്പി. ഇത് പിന്നെ അദ്ദേഹത്തിന്റെ പിതാജി പാത്രത്തിന് അടികൊണ്ട് പരവതാനിയിൽ കിടന്ന് പിച്ചും പേയും പറഞ്ഞതാണ്. മോനെ നീ ഒരിക്കലും പാത്രത്തിൽ കൈയിട്ടിളക്കാതെ പല്ലുപോലും തേക്കല്ലേ. മുല്ലാക്ക ആ വാക്കുകൾ അങ്ങ് മുഗൾ സാമ്രാജ്യത്തോട്ടെടുത്തെന്ന് തോന്നുന്നു. കറണ്ട് കണ്ട അപ്പ തല ഇറങ്ങി ഒഴിഞ്ഞേരി. ഇതേ കൈ കൊണ്ട് തന്നെ ഇംഗ്ലീഷ് പറഞ്ഞവന്റെ വായിലും അടിച്ചു കൊടുക്കുകയും. ഇതാര് ഇലോ മസ്കിന്റെ ഇളയച്ചനാ. ഈ ഡിജിറ്റൽ ദ്രോഹിയാണ് അൺഹൈജീനിക് കമ്മോഡിറ്റി കമ്മ്യൂണിറ്റിയാക്കി മാറ്റിയതിൽ പ്രധാനികളിൽ ഒരുത്ത. കറക്കം കണ്ട കഴുകമുറ കക്കൂസിപ്പോ കളയും. എന്തെണ്ണ ഇത് തല ക്രോപ്പ് ചെയ്ത കുരങ്ങന്റെ കുണ്ടി കറി വെച്ചതാ. അങ്ങേറെ കാനഡേ കൂടെ സ്കില്ല് കാണിച്ചില്ലെങ്കിൽ സ്റ്റൈല് കാണിച്ച സ്റ്റീല് കമ്പിയല്ല ഇങ്ങനെ മണ്ടയ്ക്കൊന്ന് വീഴേ ഉള്ളൂ. ഇങ്ങനെ പഠിച്ച് സൂര്യപ്രകാശം പോലും 2 കിലോമീറ്റർ മാറി എണ്ണ അടിക്കണം. വാങ്ങിച്ച് തിന്നല്ലേ, വയറിളവിയ വയലറ്റ് കളറിയിരിക്കും. ആ കൈ നോക്കിയാണ് പഞ്ചദ്രോഹ പന്നി, പമ്പര വെട്ടി പടു കുടങ്കം വിളിച്ച് പരനാടി പൊതുദ്രോഹ ശകുനി. മൊത്തത്തിൽ എറിയിലും പൊക്കിലും മാത്രമേ ഉള്ളൂ. ഇനി അവസാനത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യില്ല. എന്നാ പിന്നെ ആദ്യത്തെ വീഡിയോ പറ്റി ആദ്യം പറയാം. അല്ലെങ്കിലും ഇപ്പൊ പ്രശ്നം കുലുക്കണോട്ട് പഞ്ചറായ ടയർ പാത്രാകണ ഓരോ ചലഞ്ചാണ്. ഇതിപ്പോ ചലഞ്ചിന്റെ പേരിൽ ചൊറിയണം ചുണ്ണാമ്പും കൂട്ടി തിന്നുമല്ല. പക്ഷെങ്കിൽ കൂട്ടുകാരെ ഇങ്ങനെയൊക്കെ ചലഞ്ച് കളിച്ച രാപ്പാടി പാട്ടും പാടി മഷിത്തണ്ട് കയറ്റി പെട്ടിലടച്ച് പുതപ്പിക്കേണ്ടി വരും, പോസ്റ്റർ ഒട്ടിക്കേണ്ടി വരും. ഓർത്താ കൊള്ളാം. യവനെ പോയിന്റ് ബ്ലാങ്ക് നിർത്തി പുളിഞ്ചിക്കിൽ പുളി കയറ്റി പുണ്ണു വന്ന പുളിയുറുമ്പിനെ പാറ്റയെ കൊണ്ട് പിടിപ്പിച്ച് പൂച്ച കാട്ടത്തി പുട്ടുണ്ടാക്കി പട്ടയെ കൊണ്ട് നക്കിച്ച് പ്ലേറ്റിലാക്കി പങ്കുവെച്ച് കൊടുക്കണം. യവന് ലെവലേശം അല്പം കൂടി നമ്മൾ പ്രോത്സാഹനം കൊടുത്താൽ ഇവന്റെ അഹങ്കാരം ഉണ്ടെങ്കിലും ആസനത്തിൽ വേണമെങ്കിൽ ഇവൻ മുളകൊടി തേക്കും. യവൻ തന്നെ ഇരിക്കും കേട്ടോ ഇവന്റെ വീട്ടിലെ അടുപ്പ്. ആ മോഡലിലങ്ങ് നിന്നാ മതിയല്ല. ഇവന്റെ ആമാശത്തിനകത്ത് വേണമെങ്കിൽ അരാപ്പയ്മേനെ വളർത്താല്ല. ചേട്ടാ ഇവ എന്തോന്ന് മുളകൊടി ബൂസ്റ്റ് പോലെ ഇരുന്നിട്ടാണ്. കോസ്മിക് കഴുത. ഇത് ജലസ്നാനം ചെയ്യാറങ്ങനെയൊന്നും അല്ല. ഒരു തെരുവ് വേടൻ നൂഡിൽസ് കഴുകുന്ന കാഴ്ചയാണ് ഈ കാണുന്ന. കുമ്മനം കാക്കോട്ട് കോടാലി കഴുതൊരു കുളിക്കണ വെള്ളമാണ്. കൊച്ചു പിള്ളേരെ വിരളക്കാനും കുറച്ചായിട്ട് ഇവിടെ തന്നെയാണ് കൊണ്ടുവരണത്. മൃഗീയ ഭോജന ഒരു ഗവൺമെന്റ് കമ്പനി ആയിരുന്നെങ്കിൽ ഇവ അതിന്റെ CEO ആയിരിക്കും. ഹാവോക്ക് ഹറാമി. ഇന്നൊരു ദിവസം ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ഏത് അല്ലേലും എനിക്കറിയാം ഇന്നത്തെ ഈ വീഡിയോക്ക് വ്യൂ കുറവായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നിങ്ങളങ്ങ് കണ്ട് സൂയിച്ചോ. സ്ഥലം കണ്ടിട്ട് കാശ്മീരാണെന്ന് തോന്നുന്നു. എന്തായാലും ഉണ്ടാക്കുന്ന രീതി കണ്ടാൽ നമ്മളങ്ങ് ഇരുന്ന് കണ്ടു. മെസ്സി അല്ലല്ല, ക്രിസ്ത്യാനോ. മനോഹരമായ സ്ഥലം, മനോഹരമായ സ്ത്രീ, മനോഹരമായ ഭക്ഷണം, മനോഹരമായ വീഡിയോയും പകർത്തിയിരിക്കുന്നു. കണ്ടിട്ട് കൊതിയേറ്റ് കണ്ണീന്നൊരു വെള്ളം വന്ന്. അൺഡിനയബിളി അടിപൊളി. കുബേര സിനിമയിലെ ദിലീപിന്റെ വീഡിയോ ഇതുപോലൊരു സ്ഥലത്താണല്ലേ ഇരിക്കുന്നത്. അത് കൊട കാണുന്നു തോന്നുന്നു. ഇതിപ്പം കാശ്മീരായിരിക്കും. ആ ഓറഞ്ചിനെ നോക്ക് താരാട്ട് പാടി ഉറക്കിയാണ് ഇരിക്കുന്നല്ലേ. കറക്റ്റ് റൗണ്ടാ കട്ടി വെച്ചേക്കണേ. എന്ത് കേറ് കൃത്യം. ഈ ധർത്തിയിലുള്ള ഒരു ദിവസമെങ്കിലും ഇവിടെ പോയി ഉറങ്ങാൻ പറ്റണം. ഒന്നും ആലോചിക്കണ്ട, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഇവരൊക്കെയാണ് കറക്റ്റ് നേച്ചറുമായിട്ട് ഞെരിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരല്ലേ. രാവിലെ എണീക്കുമ്പോ പിടക്കോഴിയുടെ കൂവല് അല്ല പൂവൻകോഴിനെ തട്ടി അവരെ പാത്രത്തിൽ ആക്കിയല്ല, അതിന് കരഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അവിടെ നിന്ന് ഹായ് കുമ്മിണിയാടിന്റെ കുട്ടി, കഴുത്തിലൊരു മണി. ഇത് ശരിക്കും കാശ്മീരാണ്. ഇനി കാശ്മീരാണെങ്കിൽ വീഡിയോക്ക് വേണ്ടി ഇത് ചെയ്തതല്ലെങ്കിൽ ഇവർ ഇങ്ങനെയാണ് ജീവിക്കണമെങ്കിൽ എന്ത് സ്വർഗതുല്യമായ ജീവിതമാണ് ഇവർ ജീവിക്കണം. എന്തായാലും ഇന്നത്തേക്ക് സമാധി പോയി നന്നായി വരൂ. ആഹാരത്തിന്റെ പേര് നടക്കുന്ന അനാചാരങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടോ കൂട്ടുകാരെ? ലണ്ടനിലൊരു പുതിയ റെസ്റ്റോറന്റിൽ ആഹാരം ഉണി കാണുന്ന കോഴിയെ കൊന്ന് കുറുക്കാക്കി വെച്ചേക്കണ്. ദിസ് ഫുഡ് ഈസ് ഡെലിഷ്യസ്, നോട്ട് ഡെലിഷ്യസ്. ആ ചത്ത കോഴിയുടെ കണ്ണി നോക്കി അതിന്റെ കാല് തിന്നണം. അമീഗോ അഡീഷണൽ ടോപ്പിംഗ് ഇട്ട് ആപ്പിളെ തിന്നു. ഈ ആപ്പിൾ അങ്ങേരെ തറവാട്ട് സ്വത്താണെന്ന് തോന്നുന്നു. എന്റെ ആക്രാനം നോക്കും. ഇത് കടിച്ചാണോ പിന്നെ അങ്ങേരെ ഓർഗാസം വരുത്തണം. ഊതിക്കെടുത്തി വിളക്കെടുത്ത് ഇവന്റെ വായിലടിച്ചു കൊടുക്കണം. വണ്ണാത്തി ഫുണ്ടൻ. ഇതാണ് ബഹിഷ്കരിച്ച ബണ്ണ് വിത്ത് ബട്ടർ. ബണ്ണ് ഉണ്ടാക്കണ അണ്ണന്റെ വിരലിലാണ് വിചിത്ര
വിചിത്ര ജീവികൾ വിശ്രമിക്കുന്നത്. നഖത്തിനിടയിൽ തപ്പിയ നാൽപ്പാമര ചെടിയുടെ വിത്ത് പോലും കിട്ടും. നഖം കണ്ട നായ നാണം കെട്ട് നാറ്റം സഹിക്കാൻ വയ്യാതെ നമശിവായെന്നും പറഞ്ഞു ഓടി. നടുവിരലിലെ റബ്ബർ ഇത് കഴിച്ച് നിങ്ങൾ വലിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നുള്ള സൂചനയായിരിക്കും അല്ലേ അണ്ണ? അമൂലിന്റെ ബട്ടറും 6 മാസം അണ്ടർവെയറിൽ അടച്ചു വെച്ച ബണ്ണും അനാവശ്യ പ്രോത്സാഹനം. ഇതെന്തോന്നു? ഈ ഇറച്ചി കഷ്ണം ഇതേപോലെ ഒരെണ്ണം ഞാൻ എവിടെയോ. ചിന്താമണി. ഈ ചിന്താമണി കൊലവിട്ട് തെളിയിച്ചേ പറ്റൂ. ഇത് നമ്മ ആദ്യ പുരുഷന്മാരുടെ അടിവസ്ത്രാവകാശമാണ്. ഹായ് ഗൈസ്, വെൽക്കം ടു എർത്ത്. കുറെ നാളായിട്ട് നോർത്ത് ഇന്ത്യൻസിനെ ഉസ്തി സൂചിച്ചിരിക്കല്ലേ നമ്മളെല്ലാരും. എന്നാ ഈ വീഡിയോ ഇങ്ങ് സൗത്ത് ഇന്ത്യയിലാണ്, അതും ഇങ്ങനെ കേരളത്തിലാണെന്നാണ് എന്റെ ഒരു നിഗമനം. ഈ സാധനത്തിന്റെ പേരാണ് പിച്ചി പോട്ട് ചിക്കൻ. ഫുഡ് ബ്ലോഗേഴ്സ് എടുത്ത് ഫയറാക്കിയ ഫുഡാണ്. മിണ്ടാതെ അൺഹൈജീൻ രാജ്യദ്രോഹ കുറ്റമായിട്ട് പ്രഖ്യാപിക്കണം. ഇത് പിച്ചാൻ മാത്രം പ്രത്യേകം പ്രാക്ടീസ് ചെയ്ത പൊണ്ണന്മാരെ 4 വരെ നിരത്ത് നിർത്തിയിട്ടുണ്ട്. മൂത്രമൊഴിച്ച് 2 കുലുക്കും കുലുക്കി കഴിവാത്ത കൈയും കൊണ്ട് ഇതിനകത്തിട്ട് പിച്ചാണ്. അത് ഒരാളാ 9 പേര്, 9 തരത്തിൽ 9 ദിശയെന്ന്. ആശ്ചര്യം എന്നാൽ ഇത് കഴിക്കാനും ചിത്രം പകർത്താനും അമേസിംഗ് ആനന്ദന്മാർ ഒരുപാടുണ്ട്. ഏതോ പുല്ലി ഇന്നാമെന്ന പുലിയുടെ വായന്ന് പറിച്ചെടുത്തോണ്ട് ഓടിയണെന്ന് തോന്നുന്നു. എന്തൊരിത് കറിവേപ്പിലാണോ? നീ ചെടികളെ ഫോട്ടോസിന്തസിസ് നടത്താൻ സമ്മതിക്കൂലാണോ? ഇച്ചിരി കടലമാവും കറുത്ത ചട്ടിയും കൊടുത്ത ആറ്റും പുളുക്കോരെ ആലങ്ങിയാക്കി വെക്കുമാരി. ഇത് ഈ ട്രൈപോഡ് തല ഉണ്ടാക്കിയിട്ട് പേര് ഒരെണ്ണത്തിന് 10 രൂപ വെച്ച് വാങ്ങി തിന്നാൻ തകടക തൊണ്ടന്മാര് വേറെ ഇഷ്ടം പോലെ കാണും. അല്ല ഇതിപ്പോ എന്ത്? അവർക്ക് ഇഷ്ടമുള്ള സാധനം അവര് മാവ് നോക്കി പൊരിക്കട്ടെ. അതിനിപ്പോ എന്ത്? തിന്നട്ട് കക്കൂസിട്ട് തേങ്ങ ലൂണാറിന്റെ പഴയ ചെരുപ്പും കടലമാവി പൊരിച്ച് തിന്നട്ടവന്മാരെന്ത്? ഓ മൈ ഗോഡ്, ആയുർവേഗിൽ അത്തമിടുന്നവർ. ഇത്രക്കും ധൈര്യം ഞാൻ മണ്ടമൂരി ബാലകൃഷ്ണയിൽ പോലും കണ്ടിട്ടില്ല. എന്തായാലും ഇന്ത്യയല്ലേ, ആയിരുന്നെങ്കിൽ ഇരിക്കണോന്റെ മുഖത്ത് മഞ്ഞൾ വെറിച്ചനെ നല്ല. Now that's what I call a close encounter. But I gotta say it's amazing. ആണ്ടവാ, ഒന്ന് അനഞ്ഞ അണ്ടം പോവും. പൂരി കഴിച്ചുകൊണ്ടിരുന്ന പുലി മുരുകൻ വരെ പതറിപ്പോയി. മൂശയെ കുട്ടി മുറുക്കാൻ പെട്ടി ഉസ്ലാം പെട്ടി ഊമ്പിസ് തട്ടി. അരേ മദ്രാസി പരദേശി പരവേശി പരിഷ്കാരി 12 മണി പമ്മി. എടേ ഹാർട്ട് ഹാൻബർഗർ ആണെന്നാണ് നിന്റെയൊക്കെ വിചാരം? ഹാർട്ട് അറ്റാക്ക് വന്ന ഹാർട്ട് ഹാങ്ങർ തൂക്കിയിട്ട് ഹസ്തരേഖാ ശാസ്ത്രം നോക്കി ഹല്ലേലൂയ പാടിയില്ലെന്ന് ശരിയാവൂല. 1.5 ബർഗറിന് 9 ബട്ടർ, അതാണ് കണക്ക്. ഒറ്റ ബർഗറിൽ ബോധം പോവും, 2000 കലോറിയും കയറും അകത്ത്. പഴയ കളയാൻ വെച്ചിരിക്കുന്ന കെൽക്കുലേറ്റർ ഫ്രിഡ്ജിന്റെ ഒരു മോട്ടർ എടുത്ത് ഹൃദയത്തിന്റെ സ്ഥാനത്ത് കുത്തിവെക്കി. ഈ ബർഗർ ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചിട്ട് കുനിഞ്ഞൊരു കോട്ട വെട്ട ഹൃദയം വായിക്കൂടെ വെളിയിൽ പോവില്ല. ഇത് കഴിച്ച് പഴകിയ പഴയ ഹൃദയം ഫ്ലിപ്കാർട്ടിൽ 50% ഓഫിട്ട് വിറ്റാ പോലും ആരും വാങ്ങിക്കൂല. ഇതൊക്കെ വാങ്ങിച്ച് തിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് ഇളക്കാൻ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കേണ്ട അവസ്ഥ ഒരു മനുഷ്യർക്ക്. കാല കാണുന്നുണ്ടോ നീ ഇതെല്ലാം?